യാസീൻ ഖൽബുൽ ഖുർആനാണ്. അതുകൊണ്ട് ഖിസ്സത്തു യാസീൻ ഖൽബു ഖസസിൽ ഖുർആൻ. ഖുർആനിലെ ചരിത്രത്തിന്റെ കാതലാണ് ഹബീബ് നജ്ജാറിന്റെ ചരിത്രം. എന്താണ് ആ മനുഷ്യന്റെ അവസ്ഥ നോക്കൂ. മുർസലീങ്ങളെ തടഞ്ഞു. ആ നാട്ടുകാർ മുർസലീങ്ങളെ തടഞ്ഞപ്പോ വജാഅ റജുലുൻ മിൻ അഖ്സൽ മദീനതി റജുലുൻ യസ്ആ ഇത്തബിഉ മൻ ലാ വമാ ലിയ ലാ അഅ്ബുദല്ലദീ ഫതറനീ വഇലൈഹി തുർജഊൻ എന്നിങ്ങനെ പറഞ്ഞിട്ട് അവിടെ പറയുന്നുണ്ട്. പാഞ്ഞു വന്നു നോക്കുക. ആ പറഞ്ഞ ആയത്തന്നെ വിശദീകരിക്കണില്ല, ചുരുക്കാണ്. നോക്കൂ, ആ മനുഷ്യൻ വരുന്ന കഥ. മുർസലീങ്ങളെ, ഇസ്ലാമിൻ്റെ നേതാക്കളായ മുർസലീങ്ങളെ വിഡ്ഢികളായ ജനങ്ങൾ തടഞ്ഞു. ബുദ്ധിയുള്ളോനെ എന്താണ് പറഞ്ഞത് മനസ്സിലാക്കി. ഇസ്ലാമിൻ്റെ നേതാക്കളെ വിഡ്ഢികളായ ജനങ്ങൾ തടഞ്ഞപ്പോൾ കച്ചവടക്കാരൻ പാഞ്ഞു വന്നു. റജുൽ പിന്നെ പറയുന്നത്, ഈ ആളെ പിന്നെ പറയുന്നത് ആ മനുഷ്യന്റെ മനസ്സാണ് ആദ്യം പറഞ്ഞത്. ത്യാഗം മനസ്സ് പറഞ്ഞിട്ട് ആ വ്യക്തിയെ പറഞ്ഞത്. പറഞ്ഞോണ്ട് പാഞ്ഞു വരിക. വന്നിട്ട് പറയല്ല. വന്നിട്ട് പറയുകയാണെങ്കിൽ വക്കാല എന്നാ പറയേണ്ടത്. വന്നു പറഞ്ഞു അങ്ങനെയല്ല, ഓടിങ്ങോണ്ട് പറഞ്ഞു വരിക. ആ ആയത്തിൽ ഒരു വാക്ക് പോലും ബന്ധപ്പെട്ടിട്ടില്ല. അങ്ങനെ വന്നു മിനഖസൽ മദീന. ഈ വാർത്ത കേട്ട് ആ നേതാക്കളെ ആരോ തടഞ്ഞിട്ടുണ്ട് എന്ന് വാർത്ത കേട്ട് ആ പട്ടണത്തിന്റെ അങ്ങ് ഭാഗത്ത് നിന്ന് വന്നു റജുലുൻ, ഒരാൾ, അപ്രസക്തനായ വ്യക്തി. ചരിത്രത്തിൽ എന്ന് വരെ അങ്ങനെ ഒരു വ്യക്തി പ്രസക്തനല്ല, നബിയല്ല, റസൂലല്ല. എങ്ങനെയാ വരുന്നത്? ഓടി ഓടി പാഞ്ഞു വരികയാണ്. വരുമ്പോ പറയുന്ന കാല പറഞ്ഞുകൊണ്ട് വക്കാല വന്നിട്ട് പറയല്ല, കാലയാ ഖൗമിത്തബിഉൽ മുർസലീൻ, ഇവർ നമ്മുടെ നേതാക്കളാണ്, ഇവരെ പിൻപറ്റൂ. ഇത്തബിഉ മല്ല യസ്അലുകും അജ്റൻ വഹും മുഹ്തദൂൻ. ഭൗതിക നേട്ടം ചോദിച്ചല്ലോ വരുന്നത്, നമ്മളെ നന്മയിലേക്ക് കൊണ്ടുപോകാനല്ലേ ഈ നേതാക്കൾ വന്നത്. അവരെ പിൻപറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് ഓടി ഓടി വന്നു. ഇത് വന്നപ്പോൾ ആ നാട്ടുകാർ ആ മനുഷ്യനെ ധരിത്തിരിഞ്ഞു. കരിങ്കാലി, നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണ്ടേ, ഇപ്പം നീ നേതാവ് പ്രബോധകൻ പറഞ്ഞിട്ട് അവരൊപ്പം കൂടാണോ? കൊല്ലും ഞങ്ങൾ തന്നെ എന്ന് പറഞ്ഞു. ഇവരെ എറിയാൻ കൊണ്ടുവന്ന നെർജുമന്നക്കുന്ന ആ എറിയാൻ കൊണ്ടുവന്ന കല്ലുകൊണ്ട് ഈ മനുഷ്യനെ വീണപ്പോൾ ഒരാൾ വന്നിട്ട്, ആ കൂട്ടത്തിൽ ഒരാൾ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ വയറ്റിൽ ചവിട്ടി. ഹബീബുൻ നജ്ജാറിന്റെ കൊടല്, ആമാശയം മുഴുവനും പിൻദ്വാരത്തിലൂടെ പുറത്ത് ചാടി അവിടെ വെച്ച് മരിച്ചു. ഉടനെ നീ പറഞ്ഞത് കേട്ടു, ഉടനെ സ്വർഗം ലഭിച്ചു. കാല, ഇനി രസമുണ്ട്. തൻ്റെ ആമാശയം ചവിട്ടി പൊട്ടിച്ച് തന്നെ കൊന്ന ആളുകളെ കുറിച്ച് ഈ മനുഷ്യന്റെ ഗുണപ്രതീക്ഷ ആലോചിക്കൂ നിങ്ങൾ. ശത്രുവിന് പോലും ഗുണപ്രതീക്ഷ ആഗ്രഹിക്കുന്ന മുസ്ലിം എങ്ങനെ മിത്രത്തിന് ഗുണം പ്രതീക്ഷിക്കാതിരിക്കും? നമ്മുടെ വിഷയം. ഖാല യാ ലൈത ഖൗമി യഅലമൂൻ ബിമാ ഗഫറ ലീ റബ്ബി വജഅലനി മിനൽ മുക്രമീൻ. അല്ലാഹുവേ, അറിയാത്തോണ്ടല്ലേ പാവങ്ങൾ പഠിച്ചവനെ, ഇന്നവർ കൊന്നത് എനിക്ക് വിഷമമില്ല. നോക്കൂ, എടാ ഞാൻ സ്വർഗത്തിലെത്തി, കണ്ടോ, ഇയൊക്കെ വാ, ഞാൻ തന്നെ നരകത്തിൽ വെച്ച് കാണുന്നല്ല പറയുന്നത്. അതല്ല പറഞ്ഞത്. ശത്രുവിന് പോലും ഗുണം പ്രതീക്ഷിക്കുന്ന ഈ സമുദായം എങ്ങനെ മിത്രത്തിന് ഗുണം പ്രതീക്ഷിക്കാതിരിക്കും? നമുക്ക് എവിടെയൊക്കെ അബദ്ധം പറ്റി നമ്മൾ ആലോചിക്കണം. കാല യാ ലൈത ഖൗമി യഅലമൂൻ, എൻ്റെ ജനതയൊന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ, ബിമാ ഗഫറ ലീ റബ്ബി വജഅലനി മിനൽ മുക്രമീൻ. ഇതാണ് ഖൽബു ഖസസിൽ ഖുർആൻ. നേതാക്കളെ ആരെങ്കിലും ആക്രമിക്കാൻ വന്നാൽ അവരെ പ്രതിരോധിക്കാൻ ഏത് ടെക്സ്റ്റൈൽ ഉടമയും തയ്യാറാകണം എന്നതാണ് ഖൽബു ഖസസിൽ ഖുർആൻ. ഖുർആനിക ചരിത്രങ്ങളുടെ കടൽ. ഒരു ചരിത്രത്തിൽ 1000 ആശയമുണ്ടാവും. ഇതേ ആശയം തന്നെ നിങ്ങൾ വേറെ സ്ഥലത്ത് വേറൊരു ആവശ്യത്തിന് വേണ്ടി പറഞ്ഞിട്ടുണ്ടല്ലോ. അത് അള്ളാഹു തന്നതുകൊണ്ടാണ് ഞാൻ അസൂയപ്പെട്ടൊരു കാര്യമില്ല. ഒരായത്ത് ആകെ 6000 ചില്ലാൻ വിഷയം ആയത്തല്ലേ ഉള്ളൂ, കോടിക്കണക്കിന് വിഷയമല്ലേ. ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ടോ? ഈ ആയത്തിന് വേറൊരു ആവശ്യത്തിന് വേറെ സ്ഥലത്ത് പറയും, വേറൊരു ആവശ്യത്തിന് വേറെ സ്ഥലത്ത് പറയും.
അള്ളാഹു ആയത്തിൻ്റെ ഉള്ളിൽ ഒരായത്തിന് ആയിരക്കണക്കായ ആശയങ്ങളുണ്ടാവും. അള്ളാഹുവിലേക്കൊക്കെ നമ്മളെ ഇഹ്തിദാഅാക്കട്ടെ. അതാണ് എന്തുകൊണ്ട് ഉമ്മത്തിൻ്റെ നേതാക്കളാണ് മുർസലീങ്ങൾ, ഉമ്മത്തിൻ്റെ നേതാക്കളാണ് അൽ ഉലമാഉ വറസത്തുൽ അംബിയാ. അംബിയാക്കൾ ആലിമീങ്ങൾ സമുദായത്തിൻ്റെ നേതാക്കൾ തന്നെയാണ്. അവർ തമ്മിൽ തർക്കിച്ചൊല്ലിയാനോ ഞാനും നിന്നെയും പോലത്തെ വിഡ്ഢി നോക്കേണ്ട ആവശ്യമില്ല. ആലിമീങ്ങൾ തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഇസ്സത്ത് നിലനിർത്തുമാറാകട്ടെ. അതുകൊണ്ടാണ് ആരോ അസ്വസ്ഥപ്പെടുന്നുണ്ട് എന്ന് ഒരു ചെറിയ സ്ലിപ്പ് തന്നപ്പോൾ അവനോട് കുത്തനെ നടക്കാൻ പറയൂ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. നേരത്തെ ചെറുശ്ശേരിത്താതിൻ്റെ പ്രസംഗം നേർന്നുണ്ട്, ആരോ അസ്വസ്ഥപ്പെടുന്നുണ്ട് എന്ന് ഒരാൾ സ്ലിപ്പ് തന്നു. അത്തരം ആളുകൾക്ക് നേരെ കുത്തനെ നടക്കാവുന്നതാണ് എന്ന് തിരിച്ചു വരാനുള്ള കാരണം അതാണ്. ഉലമാ ആണ് വറസത്തുൽ അംബിയാ. അവരാണ് ദീൻ. നമ്മളിപ്പോഴത്തെ വിഡ്ഢികളല്ല ഇസ്ലാം മതം എന്ന് പറയുന്നത്. ആലിമീങ്ങളാണ്. അവരെ വാക്കിനാവില്ല. അവരാണ് സമുദായത്തിൻ്റെ നേതാക്കൾ. അല്ലാഹു തആല അവരെ പിന്നിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നോക്കൂ, ചിന്തിക്കണം. നേതൃസ്ഥാനത്തിരിക്കുന്ന ആളുകൾക്ക് ചില കടമകളുണ്ട്. ഓടിച്ച് പറഞ്ഞാൽ തീരില്ല. ഒരു കടമ എന്താ? ഒന്ന്, പള്ളി കമ്മിറ്റിൻ്റെ നേതാവ്, മദ്രസ കമ്മിറ്റി നേതാവ്, മെമ്പർ, പഞ്ചായത്ത് മെമ്പർ, മന്ത്രി, MLA, പിന്നെ അങ്ങനെ ആക്കാണ്ട് കൂട്ടിക്കോളും ഒക്കെ എല്ലാവരും ആരാണെങ്കിലും അധികാരികൾക്ക് ഒരു സ്ഥാനത്തേക്ക് പോകുന്നവർക്ക് ഒരു കടമുണ്ട്. ഒന്ന്, സ്ഥാനത്തിന് വേണ്ടി കുടിക്കാൻ പാടില്ല. നേതാക്കൾ ഒന്നാമതായി സ്ഥാനമോഹികൾ ആകരുത്. ഹബീബായ നബി പറഞ്ഞു, സ്വഹീഹുൽ ബുഖാരി, ഹബീബായ നബി പറഞ്ഞു, ഇന്നകും സതഹരിസൂന അലൽ ഇമാറ, അധികാരത്തിന് വേണ്ടി കൊതിക്കുന്നവരെ, ഫസതകൂനു നദാമതൻ യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അധികാരത്തിന് വേണ്ടി ഒരാൾ കൊതിച്ചാൽ അത് ഖേദമായി മാറുമെന്ന് ഹബീബായ നബി. നോക്കൂ, അധികാരത്തിന് വേണ്ടി മോഹിക്കരുത്. ഞാൻ എത്തിപ്പെടാൻ എന്തൊക്കെയാണോ ഏതൊക്കെയോ സ്ഥലം ഉള്ളത് എങ്കിൽ ആ സ്ഥലത്തേക്ക് ഞാൻ എത്തിപ്പെടുക ചെയ്യും. അത് ഞാൻ എത്തിപ്പെടരുതെന്ന് ആരെങ്കിലും വിചാരിച്ചിട്ട് കാര്യമില്ല. ഇനി ഞാൻ എത്തിപ്പെടണമെന്ന് ഞാൻ നിങ്ങളൊക്കെ ആഗ്രഹിച്ചു, അള്ളാഹു തീരുമാനിച്ചിട്ടില്ലേ, അതോട്ട് നടക്കൂല്ല. അങ്ങനെയാണ്, നടക്കില്ല. ഇന്ത്യയിലെ പ്രധാനമന്ത്രി, പഴയ പ്രധാനമന്ത്രി എന്ന് പറയാൻ ചാൻസ് ഉണ്ടാകാവുന്ന ചില ആളുകൾ അധികാരം വെച്ച് നീട്ടിയിട്ട് നാളെ അയാൾ പ്രധാനമന്ത്രി ആകുമെന്ന് പത്രം വരെ കാത്തിരുന്നിട്ട് സെക്കൻഡ് കൊണ്ട് പ്രധാനമന്ത്രിയാകാതെ ഇപ്പോഴും അന്തം വിട്ട് നടക്കുന്ന ആളുകളെ എനിക്കറിയാം. ഇന്ത്യയിലുണ്ട്. പണ്ട് അയാൾ പ്രധാനമന്ത്രി ആകണമെന്ന് എല്ലാവരും ആഗ്രഹിച്ചു. ഒരു ക്ലിക്ക്, ഒരു മിനിറ്റ്. ആ പ്രധാനമന്ത്രി പദം നിരസിച്ചത് നമുക്ക് വന്ന അബദ്ധമായിരുന്നു പിന്നീട് ഒരിക്കലും അവർ പറയുകയും ചെയ്തു. ഓർമ്മ വരുന്നുണ്ടോ? അതൊക്കെ എന്തേ? അള്ളാഹു തീരുമാനിച്ചിട്ടില്ല. ഇന്ത്യയിലെ 100 കോടി മനുഷ്യന്മാർ തീരുമാനിച്ചു. എല്ലാ ബുദ്ധിജീവികളും, ബുദ്ധിസഞ്ചി തൂക്കി നടക്കുന്നവരും തീരുമാനിച്ചു. എല്ലാ കണക്കന്മാരും തീരുമാനിച്ചു. പക്ഷെ അള്ളാഹു തീരുമാനിച്ചില്ല. ഒറ്റ ക്ലിക്കിൽ പോയി. ഇനി അയാൾക്ക് അതിന് ചാൻസ് ഇല്ല. അയാൾ ആ പ്രദേശത്തിൻ്റെ ഭൂപടത്തിൽ നിന്ന് പോലും അയാൾ നിഷ്കാസിതനായി. ഇനി ഒരിക്കൽ അയാൾക്ക് ചാൻസ് ഇല്ല. അങ്ങനത്തെ ഒരാൾ. എക്സാമ്പിൾ ആരാന്നിട്ട് നിങ്ങൾ തലമുണ്ടാക്കേണ്ട. ആരാണ്? ഞാനാകാം, നിങ്ങളാകാം, ആരും ആകാം, ആരായാലും. പക്ഷെ അള്ളാഹു തീരുമാനിച്ചിട്ടില്ല. നോക്കൂ, അള്ളാഹു തീരുമാനിച്ച് നടക്കന്നെ. ഇനി തീരുമാനിച്ചു നോക്കൂ. അങ്ങനെയാണ്. റഹ്മത്തുള്ള മക്കത്ത്, ഇവിടെ കോഴിക്കോട്ടെ പ്രസംഗം അടുത്ത കൊല്ലം നടത്തുന്നത് മക്കത്ത് ഹറമിൽ വെച്ചിട്ട് ഈ 40 ലക്ഷം ആളുകളെ കൂട്ടി പ്രസംഗം നടത്തണം അള്ളാഹു തീരുമാനിച്ചിട്ട് നിങ്ങൾ കുറച്ച് ആളുകൾ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ ഒരു പ്രശ്നമല്ലേ, നടക്കന്നെ ചെയ്യും. നടക്കും. നേരെ മറിച്ച് നിങ്ങളെല്ലാവരും അടുത്ത കൊല്ലത്തെ പരിപാടി തീരുമാനിച്ചു, അള്ളാഹു തീരുമാനിച്ചിട്ടില്ലെങ്കിൽ നടക്കില്ല. എന്തിനാ അടുത്ത കൊല്ലം നാളത്തെ പരിപാടി അള്ളാഹു വിചാരിച്ചിട്ടില്ലെങ്കിൽ നടക്കുകയില്ല. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നടക്കില്ല. അപ്പം ഞാൻ ആവണതൊക്കെ ഞാൻ ആവുമല്ലോ, എന്തിനാ പേടിക്കേണ്ട ആവശ്യം? അതുകൊണ്ട് അധികാരം നേടാൻ വേണ്ടിയോ സ്വയം മെമ്പർഷിപ്പ് മൊത്തത്തിൽ കരാറെടുത്ത് വാങ്ങിയിട്ട് സ്വയം കൗൺസിലറാകാൻ വേണ്ടിയോ അല്ലെങ്കിൽ തന്നെ പ്രസിഡന്റോ സെക്രട്ടറിയോ വൈസ് പ്രസിഡന്റോ ആക്കാൻ വേണ്ടി ആളുകളെ കരാർ കൊടുത്തേൽപ്പിക്കുകയോ ചെയ്യുന്ന പരിപാടി നോക്കണ്ട. അതിന് മെനക്കെട്ടാൽ അതുകൊണ്ട് നദാമത്തുണ്ടാവും. ഇവിടെ ഉണ്ടാവും, അവിടെ ഉണ്ടാവും. ആരെങ്കിലും അങ്ങനെ ഉണ്ട് എന്നല്ല ഞാൻ പറഞ്ഞ. എവിടെയും ഇന്ന് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, അല്ലാത്തവരും ഉണ്ടല്ലോ. എല്ലാവർക്കും ഇത് ബാധകമാണ്. ചിന്തിക്കുക. ഹബീബായ നബി പറഞ്ഞു, നേതാവിന് അതുണ്ടാകാൻ പാടില്ല. എന്തുകൊണ്ട്? ഒരു ഹദീസ് കേട്ടോളൂ, തല തുറക്കിട്ടോ. ഈ ഹദീസിന് തല തുറക്കണം. റബ്ബേ, എനിക്ക് ആ മുഖം ഒന്ന് കാണാൻ പോതിയ. ഇതൊരു വാക്കാണ്.
പിന്നെ ഒപ്പിച്ച് പറയാം റസൂലുള്ളാഹി. വാക്കിൻ്റെ സ്ഫുടത.